S2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആണ്ടുതോറും നടത്തിവരുന്ന മന്നാൻ സമുദായത്തിൻ്റെ കാലാവൂട്ട് മഹോത്സവം 28/1/2024 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പൂർവാധികം ഭംഗിയായി മുരിക്കാട്ടുടി ശ്രീ ഗുരുകുലം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ മന്നാൻ സമുദായത്തിൻ്റെ 42 കുടികളിൽ നിന്നായി ആയിരക്കണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ ശശി ഇല്ലിക്കൽ, വൈസ് പ്രസിഡന്റ് ഷൈജു MD മടത്താനിയിൽ, സെക്രട്ടറി വിജയൻ MC മടത്താനിയിൽ, ജോയിന്റ് സെക്രട്ടറി ഷബിൻ PS പാറയ്ക്കൽ, കാണിക്കാരന്മാരായ ശ്രീ രാജു കണ്ടത്തിൻകര, ശ്രീ രാജൻ, ശ്രീ മണിയൻ വെള്ളായൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി 6 മണിയോടെ തുടങ്ങുകയും 6 മണിക്ക് നട തുറക്കൽ, ദീപം തെളിയിക്കൽ എന്നിവ നടത്തുകയും 6 മണിക്ക് രാജാവിനും വിശിഷ്ടാതിഥികൾക്കും സ്വീകരണവും നടത്തപ്പെട്ടു. തുടർന്ന് 6:30 പൊതുസമ്മേളനം അരങ്ങേറിയപ്പോൾ പ്രസിഡന്റ് പ്രിയ ശശി ഇല്ലിക്കൽ അധ്യക്ഷത വഹിക്കുകയും വിജയൻ MC മടത്താനിയിൽ സ്വാഗതം പറയുകയും ചെയ്തു. കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുഴിക്കാട്ട് കാലാവൂട്ട് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കാലാവൂട്ട് മഹോത്സവം നടക്കുന്നത് കുറേ ആദിമ നിവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ജനത, അത് 5-7 വൻകരകളിലായി ലോകമെമ്പാടുമുള്ള ഒരു ജനവിഭാഗം തന്നെയാണ്. ഏറ്റവും കൂടുതലായി ഈ ആദിമ ജനതയിലെ ആദിമ നിവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന ജനങ്ങൾ വസിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം മുതൽ നമ്മുടെ ഏഷ്യ വൻകരയിലെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരുകളിൽ വിവിധ ആചാര അനുഷ്ഠാനങ്ങളോടും വിവിധ സംസ്കാരങ്ങളോടും കൂടിപ്പാർക്കുന്ന ജനതകളാണ് ആദിമനിവാസികൾ എന്ന് പറയുന്നത്. പരിപാടിയുടെ മുഖ്യപ്രഭാഷണം കോവിൽമല രാജാവ് ശ്രീ രാമൻ രാജമന്നാൻ നിർവഹിച്ചു. ആണ്ടുതോറും നടത്തിവരുന്ന കാലാവൂട്ട് മഹോത്സവത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലാവൂട്ട് മഹോത്സവം എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരായ ആളുകൾ അവരുടെ നിലങ്ങളിൽ വിധിച്ചിരുന്ന ധാന്യങ്ങൾ വിളവെടുത്തതിന് ശേഷം നടത്തി വന്നിരുന്ന ഒരു മഹോത്സവം. അതേപടി ഈ ഒരു കാലഘട്ടം നമുക്ക് ആ മഹോത്സവം അനുവർത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട് സംശയങ്ങളും ആശങ്കകളുമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ കാലത്തിനൊത്ത് നമ്മുടെ ഉത്സവങ്ങളിലായാലും ആചാര അനുഷ്ഠാനങ്ങളിലായാലും വിശ്വാസത്തിലായാലും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരാറുണ്ട്. അതിനെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള പഴമയാർന്ന ആ തലത്തിൽ തന്നെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പുലർത്തി ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ആ തലത്തിൽ ഇങ്ങനെയെല്ലാം ഉള്ള ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് പരമ്പരാഗതമായ ഉത്സവങ്ങൾ അതിനൊരു മാതൃകയായി മാറണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളേവരോടും ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു ഗുരുകുല അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ നടത്തി വരുന്ന ഈ ഒരു ചടങ്ങിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതെല്ലാം സംഘടന, ഈ ഒരു കമ്മിറ്റിയുടെ ഭാരവാഹികളും ശരി, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമുദായ നേതാക്കളായാലും അവരുടെയെല്ലാം ആ ഒരു നിലപാടുകൾ മാറ്റി നമ്മുടെ തനതായ ആചാരങ്ങളും പരമാവധി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ അടുത്ത വർഷമായാലും ഉണ്ടാവണം. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ഒരു മേഖലയിൽ ഈ ഒരു ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കായി ഇവിടെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേറിട്ട കുറച്ചും കൂടെ മാറ്റത്തിലൂടെ നടത്തുന്ന ഒരു മഹോത്സവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു തനതായ ശൈലിയിലൂടെ തനതായ ആചാരങ്ങളിലൂടെ നടത്തുവാനുള്ള ഒരു പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മളെ സാധിക്കും. നമ്മുടെ കോവിൽമലയിൽ പരമാവധി ആ തലത്തിൽ തന്നെ ആവണം നമ്മുടെ മഹോത്സവം
കാലൗട്ട് അങ്ങനെ തന്നെ ആവണമെന്നൊരു നിർബന്ധം സാധാരണ എപ്പോഴും പോലെ എനിക്കുണ്ട്. എസ് കണ്ണൻ കാഞ്ചിയാർ, റോയി OG ട്രൈബൽ, ജെസ്സി ടോം, ചക്കൻ ബാലൻ, ശ്രീ കാഞ്ചിയാരാജൻ, ശ്രീ റോയി എവറസ്റ്റ്, ശ്രീമതി ലിനു സിബി, ശ്രീമതി ജലജ വിനോദ്, ശ്രീമതി തങ്കമണി സുരേന്ദ്രൻ, ശ്രീ രാജു ഗോപാലൻ, ശ്രീ രാജൻ, ശ്രീ ആനന്ദൻ VR, ശ്രീ മണിയൻ വെള്ളായൻ, ശ്രീമതി അശ്വതി ലൈജു, വിഷ്ണു ബൈജു കുമ്പനാനിപ്പുഴ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 8 മണിക്ക് ശേഷം മന്നാൻ സമുദായത്തിൻ്റെ പാരമ്പര്യ കൂത്ത് അരങ്ങേറി.